നമസ്കാരം, ഞാൻ പ്രൊഫസർ മാത്യു. ഫണ്ടെടുത്ത് ബുദ്ധിയുടെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കുറച്ച് പേരൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഈ സംശയം പലപ്പോഴും ഞാൻ പല യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പലരും എന്നുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ചൊരു 25 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ളവരൊക്കെ സാധാരണ രീതിയിൽ അവരുടെ കരിയറിൻ്റെ ഒരു പ്രോഗ്രഷനിലേക്ക് നിൽക്കുന്നത്. അവരുടെ സാലറി സാധാരണ രീതിയിൽ താഴോട്ട് വരാറില്ല. ഈ ഒരു 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് മുകളിലേക്ക് തന്നെയാണ് ഉയർന്നു പോകാറുള്ളത്. എങ്കിൽ പോലും ഇവരുടെ സംശയം, 25-ാം വയസ്സിൻ്റെ അകത്ത് 40,000 രൂപ ശമ്പളം ലഭിച്ചിരുന്ന എനിക്ക് 40 വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് 1,00,000 രൂപ ശമ്പളം ലഭിച്ചെങ്കിൽ പോലും സമ്പാദ്യത്തിൽ കാര്യമായ ഉയർച്ച ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ക്രഞ്ച്, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഞെരുക്കം 25-ാം വയസ്സിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അപ്പം വരുമാനം കൂടിയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സമ്പാദ്യം കാര്യമായി കൂടാത്തത്, അതേപോലെ തന്നെ എൻ്റെ സാമ്പത്തിക അവസ്ഥ കാര്യമായി മാറ്റപ്പെടാത്തത് എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇത് അത്ര പ്രസക്തമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അതിന് കുറച്ചൊരു പരിഹാരങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നാമത്, അതായത് വരുമാനം നിങ്ങൾക്ക് കൂടുകയും ചെയ്യുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് സമ്പാദ്യം കാര്യമായി വർദ്ധിക്കുകയും ചെയ്യാത്തതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനാണ്. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉള്ള പണപ്പെരുപ്പം. ഇപ്പം നമ്മുടെ സാധാരണ പണപ്പെരുപ്പം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പമാണ്, അതായത് പണത്തിന് മൂല്യമില്ലാതാവുന്നൊരവസ്ഥ. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മറ്റൊരു ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റപ്പെടുന്നു, വരുമാനത്തിനെയും അപ്പുറത്തേക്ക്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ജൂനിയർ സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റായിട്ടോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു വന്നിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 5-6 വർഷം കഴിഞ്ഞിട്ട് ടീം ലീഡായിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു സോണൽ മാനേജർ, റീജിയണൽ മാനേജറായിട്ട് നിങ്ങൾ 5-6 വർഷത്തിന് ശേഷം പ്രൊമോഷൻ ലഭിച്ചു. അപ്പോൾ നിങ്ങൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ആദ്യം ഒരു ജൂനിയർ ലെവലിൽ പണിയെടുത്തിരുന്നപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അകത്ത് കുറച്ച് 3-4 പേര് ഷെയർ ചെയ്തിട്ടായിരിക്കും ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഈ ഒരു ലൊക്കാലിറ്റി എനിക്ക് ശരിയല്ല, ഞാനൊരു മാനേജറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ശമ്പളം ചിലപ്പോൾ ഇരട്ടിയേ ആയിട്ടുണ്ടാകുകയുള്ളൂ, പക്ഷേ നിങ്ങൾ ഒരു 4 ഇരട്ടി കൂടുതൽ റെൻറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക്, ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ വാടക കൊടുത്ത് താമസം മാറുന്നു. അത് കുറച്ചും കൂടി ഒരു പോഷ് ഏരിയയൊക്കെ ആകാം. അപ്പോൾ സംഭവിച്ചത്, നിങ്ങളുടെ വരുമാനം ഇരട്ടിച്ചു, പക്ഷേ നിങ്ങൾ റെൻറ്റിൻ്റെ മുകളിൽ ചിലവാക്കിയിട്ടുള്ള പണം എന്ന് പറയുന്നത് നിങ്ങൾ 4 ഇരട്ടിയായി മാറി. അപ്പോൾ ഇത് ഒരു കാരണമാണ്. ഇതേപോലെ ഞാൻ ഉദാഹരണമായിട്ട് റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്. മറ്റുള്ളതെല്ലാം ഉദാഹരണമായിട്ട് നിങ്ങൾ ആദ്യം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു മാരുതി 800 കാറാകാം. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഹോണ്ട അക്കോർഡ് ആവണമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതേപോലെയുള്ളൊരു വലിയൊരു മാറ്റം, ഇത് ആണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. അതായത് നമ്മുടെ വരുമാനത്തിനെ കാർന്നു തിന്നുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിത ചെലവുകൾ കൂടി വരുന്നത്. അതിന് രാജ്യമോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷനോ ഒരു ഘടകമല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പലർക്കും സംഭവിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്, വരുമാനത്തിൽ കവിഞ്ഞുള്ള ഒരു ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനത്തിൽ കവിഞ്ഞുള്ള ചിലവ് എന്ന് പറയുമ്പോൾ എല്ലാവരും വേഗം, ഇല്ല ഞാൻ വലിയ ചിലവൊന്നും ചെയ്യുന്നില്ല, പണ്ടത്തെ AC ഒക്കെ തന്നെയാണ് വീട്ടിൽ നിന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു ചിലവുകൾ, ഇതേപോലത്തെയുള്ള ലൈഫ് സ്റ്റൈലിനുള്ള ഒരു ചിലവുകൾ നമ്മൾ പലപ്പോഴും അത്ര കണക്കാക്കപ്പെടാതെ പോകുന്നതാണ്. രണ്ടാമത്തെ കാരണം ഇൻഫ്ലേഷൻ തന്നെയാണ്, രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം കൂടുന്നു കാലങ്ങളായിട്ടുള്ളത്. അത് ഒരു പരിധി വരെ നമുക്ക് വരുമാനം കൂടുന്നതിനേക്കാൾ കൂടിയ നിലയിലാണ് ചിലപ്പോഴെപ്പോഴും മുമ്പോട്ട് പോകാറുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ വരുമാനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തെ തന്നെ ആത്യന്തികമായി കാർന്നു തിന്നുന്നതിൽ ഇടവരുത്തും എന്നുള്ളത് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പല പുതിയ ജോലികൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ വിപ്രോയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 5-6 വർഷത്തിന് ശേഷം നിങ്ങൾ മറ്റൊരു ജോലിക്കായി മറ്റൊരു സ്ഥലത്ത് നോക്കുന്നു. അപ്പോൾ മറ്റൊരു കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു ഏകദേശം ഒരു 25-30% സാലറി ഹൈക്കിനേക്ക് വേണ്ടിയിട്ടൊരു ജോലി. പക്ഷേ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിത ചെലവ് താരതമ്യേന കുറഞ്ഞ ഒരു പട്ടണത്തിലാകാം. മറ്റേ ആൾ 25%, മറ്റേ കമ്പനി 25% സാലറി ഹൈക്ക് ഓഫർ ചെയ്തിട്ട് നിങ്ങൾ പോകുന്നത് താരതമ്യേന വലിയ ജീവിത ചെലവുള്ള ഒരു സിറ്റിയിലേക്കാകാം. അപ്പോൾ ഈ 25%-ൻ്റെ അത്ര തന്നെയോ ചിലപ്പോൾ അതിൽ കൂടുതലോ നിങ്ങളുടെ അവിടുത്തെ ജീവിതത്തിന് വേണ്ടി കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിക്കാതെ നമ്മൾ പല ജോബ് ഓഫേഴ്സും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആത്യന്തികമായി നമ്മുടെ സമ്പാദ്യത്തിലേക്കും നീക്കിയിരിപ്പിലേക്കുമുള്ള ഒരു വലിയൊരു പിന്നോട്ട് വലിക്കലാണ് സംഭവിക്കുന്നത്. ഇതാണ് മറ്റൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് ജോബ് ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വെറും സാലറി എന്ന് മാത്രം ഓഫർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ
നമ്മൾ റീലൊക്കേറ്റ് ചെയ്ത് അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു ആവറേജ് ലിവിങ് ഇൻഡെക്സ് എന്താണെന്നും കൂടി നമ്മൾ നോക്കണം. അവിടെ ഒരു ആവറേജ് സ്പെൻഡ് ചെയ്യേണ്ടത്, സ്കൂൾ ഫീസ് ആണെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ് എന്ന് മാത്രം സ്പെൻഡ് ചെയ്യണം, ഫുഡ് എക്സ്പെൻഡിച്ചർ എന്താണ്, റെൻറ്റിനുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ് കൂടുതലായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കണം. ചിലപ്പോൾ നമ്മൾ 100% പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പട്ടണത്തിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും പോയി നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി തരുന്നുണ്ടാകാം, നിങ്ങൾക്ക് എടുത്തിട്ട് പോകാൻ കഴിയും. അപ്പോൾ ആ ഒരു വകയിൽ ഇങ്ങനെയുള്ള ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തുമാത്രമുള്ളതിനെക്കുറിച്ച് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സ്വീകരിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ സ്വീകരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ശമ്പളം കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ആത്യന്തികമായി നിങ്ങളെക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന്, ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഉള്ളൂ. രാജ്യസേവനത്തിനായി നിങ്ങൾ കൂടുതൽ ടാക്സ് പേ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാലാമത്തെ കാരണം ഇതുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ചിലർ ഒരു ഹയർ സാലറിക്കായിട്ട് പോകും, പക്ഷേ ആ സാലറി നിങ്ങൾ ടാക്സ് സ്ലാബ്സ് വെച്ച് നോക്കുമ്പോൾ വലിയ ബെനിഫിറ്റ് ഉണ്ടാകില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപ സാലറി കിട്ടുന്നതും 8 ലക്ഷം രൂപ സാലറി കിട്ടുന്നതും പുതിയ ടാക്സ് സ്കീം അനുസരിച്ച് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇതുകൊണ്ട് ഗവൺമെൻറ്റിന് മാത്രമേ ലാഭമുള്ളൂ. കാരണം വലിയൊരു ടാക്സ് ജമ്പാണ് 7 ലക്ഷത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതിന്. അപ്പം ഇതേപോലെയുള്ളൊരു ടാക്സ് സ്ലാബുകൾ തമ്മിലുള്ള വ്യത്യാസവും കൂടി നിങ്ങൾ ആരെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് സാലറി ഓഫർ ചെയ്യുമ്പം നിങ്ങൾ മുമ്പോട്ട് നോക്കിക്കാണാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് ആത്യന്തികമായി ടാക്സ് ഉൾപ്പെടെ കൊടുത്ത് എൻ്റെ ജീവിത ചെലവ് ഉൾപ്പെടെ മാറ്റി ഒരു റീലൊക്കേഷൻ നടന്ന സിറ്റിയിലേക്ക് പോയി എന്നിട്ട് അവസാനം ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൂടി നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള ജോലികൾ തിരഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം കൂടും, വരുമാനം കൂടിയതായിട്ട് റെക്കോർഡ്സിലുണ്ടാകും, പക്ഷേ ആത്യന്തികമായി അത് നിങ്ങളുടെ സമ്പാദ്യത്തെയോ ഒന്നും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല, കാര്യമായ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം തന്നെയാകാൻ വരുന്നത്. ആറാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സാക്ഷരതയുടെ ഒരു കുറവ് കൊണ്ടാണ്. അപ്പോൾ സാമ്പത്തിക സാക്ഷരതയുടെ കുറവ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പല നിക്ഷേപ മാർഗങ്ങളും ചിലപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഉതകുന്നതായിരിക്കില്ല, ഇൻഫ്ലേഷനെ കവർ ചെയ്യാൻ, പണപ്പെരുപ്പത്തെ കവർ ചെയ്യാൻ ഉതകുന്നതായിരിക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ FDയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, ആകെ FD മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ നിക്ഷേപിച്ചു, മുഴുവൻ പണവും അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 10-20 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഇതിനേക്കാളും ചുരുങ്ങിയ വരുമാനമുള്ളവർ പോലും നിങ്ങളെക്കാൾ കൂടുതൽ നീക്കിയിരിപ്പുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പണത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുന്നതായി കാണാം. അവരതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറെ വല്ല ചില ബോണ്ടുകളിലായിരിക്കാം, കൂടുതൽ NCDsകളിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകാം. പണപ്പെരുപ്പത്തെ അതിജീവിക്കുന്ന പല മാർഗ്ഗങ്ങളിലൂടെയും അവർ പലതും ചെയ്തവരുണ്ടാകാം. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആകെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകളാവാം. നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോഡക്ട്സിലല്ല, പ്രോപ്പർട്ടികളിലല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ പലപ്പോഴും അത് തലവേദനയാണ് ഉണ്ടാകാറ്. ലിക്വിഡിറ്റി ഉണ്ടാകില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വിറ്റൊഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൈസിൽ കോംപ്രമൈസ് ചെയ്തിട്ട് വേണ്ടി വരും നിങ്ങൾ വിൽക്കാൻ, കുറഞ്ഞ വിലയ്ക്കൊക്കെ തന്നെ വിൽക്കേണ്ടി വരും. അപ്പം റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ പോലും താരതമ്യേന സുരക്ഷിതമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റിലൊരു ഓട്ട ഉണ്ടാക്കിയേക്കാം, നിങ്ങൾ ലോൺ എടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും. ഇങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചെങ്കിൽ കൂടിയും നിങ്ങളുടെ നീക്കിയിരിപ്പും അതേപോലെ തന്നെ സമ്പാദ്യങ്ങളും കാര്യമായി വർദ്ധിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറും. മറ്റൊരു കാരണം അഥവാ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയും ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് പറയും. ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നൊരു സ്പെൻഡിങ് ഒന്നുമല്ല. പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുന്ന, ചിലവഴിക്കണമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു എയർപോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു വാച്ചിൻ്റെ ഒരു ഷോറൂം കണ്ടു. അപ്പോൾ നമ്മൾ വെറുതെ നടക്കുന്നു, കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ടാഗിയറിൻ്റെയൊക്കെ ഒരു വാച്ചൊക്കെ ഇരിക്കുന്നു, റൈഡോ വാച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വില 35,000 രൂപ 40,000 രൂപയാണ്. നമ്മൾ വെറുതെ തൊട്ടും പിടിച്ചൊക്കെ നോക്കും. നമ്മൾ എന്നിട്ട് അവസാനം അത് വാങ്ങിക്കും. പണ്ടത്തെ പോലെ ഇപ്പം സ്വന്തം കയ്യിൽ പൈസ വേണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകും, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതുവരെ പ്ലാൻ ചെയ്യാത്ത ഒരു ചിലവാണ് അപ്പോൾ അവിടെ ഉണ്ടായിപ്പോകുന്നത്. അത് നിങ്ങൾ പ്ലാൻ ചെയ്തതല്ല. അത് നിങ്ങൾ പ്ലാൻ ചെയ്ത പല സ്പെൻഡിങ്ങുകളുണ്ടാകും. ചിലപ്പോൾ കാറ് വാങ്ങിക്കുന്നത് ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം വാങ്ങിക്കുന്നത്. അതുപോലെ എയർ കണ്ടീഷണർ വാങ്ങിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാകാം വാങ്ങിക്കുന്നത്. ചൂടുകാലം വരുന്നുണ്ട്, ഓഫ് സീസണിൽ വേണമെങ്കിൽ മഴക്കാലത്ത് വാങ്ങിക്കാമെന്നൊക്കെ. ഇതങ്ങനെയല്ല. നിങ്ങളൊരു മിനിറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡുകൾ കൊണ്ടോ എടുക്കുന്നൊരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ പോക്കറ്റിനെ ചോർത്തിക്കളയും. അപ്പോൾ ഇത് ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് പറയുന്നത് പലരുടെയും പോക്കറ്റിന് തുളയിടാനുള്ള വലിയൊരു കാരണമാണ്.
അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത്. ഇമ്പൾസീവ് സ്പെൻഡിങ്ങിൻ്റെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങളൊരു 1 മണിക്കൂർ തന്നെ നിങ്ങൾ ഇരിക്കുക. വാങ്ങിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു 1 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, ഇത് ശരിക്കും എനിക്ക് വേണ്ടതാണോ, ഇതിന് എന്തുമാത്രം ഉപയോഗമുണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്, വാങ്ങിക്കണമോ, ഞാൻ എത്ര ഇത് ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് ഒരു ഇമ്പൾസീവ് സ്പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തോന്നിയിട്ട് ചാടിക്കയറി ചിലവഴിക്കുന്ന ഈ രീതിയിലുള്ള പലതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞേക്കാം 2 തവണ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഈ ഇമ്പൾസീവ് സ്പെൻഡിങ് ഒഴിവാക്കിയാൽ തന്നെ ഏകദേശം 10 മുതൽ 15% വരെ നിങ്ങളുടെ പോക്കറ്റിൽ ഓട്ടയിടുന്ന പല ചിലവുകളും കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വരുമാനം കൂടിയെങ്കിൽ കൂടിയും നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കൂടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇതെന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായി കാണുമെന്ന് ഇരിക്കുന്നത്. ഇതിന് സ്വന്തമായിട്ടുള്ള പരിഹാരങ്ങൾ പലതും കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ജനറലായിട്ടുള്ള കുറച്ച് പരിഹാരങ്ങളൊക്കെയാണ്. അതെല്ലാവർക്കും എപ്പോഴും അപ്പീലിംഗ് ആയിട്ട് നല്ലതായിട്ട് തോന്നണം നിർബന്ധമില്ല. പക്ഷേ എങ്കിൽ പോലും എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് അറിഞ്ഞാൽ തന്നെ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക താരതമ്യേന എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.